മെത്തേഡ്സ് ഓഫ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്സും രണ്ട് സിന്തറ്റിക് മെത്തേഡ്സും. ഓക്കെ, ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്സിൽ അതിനെ പല മെത്തേഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് യൂണിഫോം ഫാക്ടർ മെത്തേഡ്, സെക്കൻഡ് വൺ ആവറേജ് ഫാക്ടർ മെത്തേഡ്, തേർഡ് വൺ ഡിട്രോയിറ്റ് മെത്തേഡ്, ഫ്രട്ടാർ മെത്തേഡ് ആൻഡ് ഫർണസ് മെത്തേഡ്. അതുപോലെ സിന്തറ്റിക് മെത്തേഡ്സിൽ ഗ്രാവിറ്റി മോഡൽ, ടാനർ മോഡൽ, ഇന്റർവേനിങ് ഓപ്പർച്യൂണിറ്റീസ് മോഡൽ, കോമ്പീറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് മോഡൽ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ട്രിപ്പ് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രിപ്പ് ജനറേറ്റ് ചെയ്തതിലൂടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു പർട്ടിക്കുലർ സോണിൽ ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് എൻഡ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഈ ട്രിപ്പുകൾ ഏത് ഒറിജിനിൽ അല്ലെങ്കിൽ ഏത് സോണിൽ നിന്ന് ഏത് സോണിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഓക്കെ, ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട മെത്തേഡ്സുകൾ നോക്കാം, അതിൽ വരുന്ന പ്രോബ്ലംസും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്സ്. അതിലുള്ള മെത്തേഡ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്സ് എന്താന്നുള്ളതും അതിലുള്ള മെത്തേഡുകൾ, ഓക്കെ, പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്താന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്സ് assumes that in the future the trip making pattern will remain substantially the same as today, but that the volume of trips will increase according to the growth of generating and attracting zone. അപ്പോൾ ഇതിലുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഗ്രോത്ത് ഫാക്ടർ മെത്തേഡിലുള്ള അസംഷൻ എന്ന് പറയുന്നത്, ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് മേക്കിംഗ് പാറ്റേൺ ഇപ്പൊ പ്രസന്റിലുള്ളത് പോലെ തന്നെയായിരിക്കും. അതായത് ട്രിപ്പ് മേക്കിംഗ് പാറ്റേൺ, അതായത് ട്രിപ്പുകളുടെ എണ്ണമല്ല, ആ ഇപ്പം പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലും ആ കൂടിയിരിക്കുന്ന പോപ്പുലേഷന്റെ ട്രിപ്പ് മേക്കിംഗ് പാറ്റേൺ അവര് ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഒരുപോലെ തന്നെയായിരിക്കും, അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, assumes that in the future the trip making pattern will remain substantially the same as today, but the volume of trips, ഓക്കെ, അവിടെ ട്രിപ്പുകളുടെ എണ്ണം കൂടും, പക്ഷെ അവിടെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലും ആ ട്രിപ്പ് മേക്കിംഗ് പാറ്റേൺ ഒരുപോലെ ആയിരിക്കും. അതായത് ഇപ്പം 100 ആളുണ്ടെങ്കിൽ അവര് അതില് ഇപ്പം 50 ആൾക്കാർ ഒരുപോലെ ഒരു പർട്ടിക്കുലർ രീതിയിൽ പോന്നു എന്നുണ്ടെങ്കിൽ 200 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 100 ആൾക്കാർ അതേപോലെ തന്നെ ആയിരിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ രീതി ഫോളോ 50 പേര് മുന്നേ പഴയതിൽ ഫോളോ ചെയ്ത രീതി തന്നെ ആയിരിക്കും ഭാവിയിലുള്ള 100 പേര് പോകുന്നത്. അതായത് പോപ്പുലേഷൻ കൂടിയാലും ആ പാറ്റേൺ, ട്രിപ്പ് മേക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ തുടരും. ഓക്കെ, ബട്ട് ദാറ്റ് വോളിയം ഓഫ് ട്രിപ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പോപ്പുലേഷനും അതുപോലെ തന്നെ അവിടെയുള്ള സോണുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് ട്രിപ്പുകളുടെ എണ്ണം കൂടും, പക്ഷെ ആ ട്രിപ്പ് മേക്കിംഗ് പാറ്റേൺ ഒരുപോലെ തന്നെ തുടരും. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് സിന്തറ്റിക് മെത്തേഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ രണ്ട് മെത്തേഡ്സ് പറഞ്ഞല്ലോ, ഒന്ന് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്സും സിന്തറ്റിക് മെത്തേഡ്സും ആണ് ഉള്ളത്. അതിൽ സിന്തറ്റിക് മെത്തേഡിനേക്കാളും എളുപ്പമാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ ഇത് നമുക്ക് വലിയ ടൗൺസിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്. ചെറിയ ടൗണുകളിൽ, അതുപോലെ ലാൻഡ് യൂസിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വരാത്ത ടൗണുകളിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഗുഡ് ഫോർ സ്മോൾ ടൗൺസ് വേർ കൺസിഡറബിൾ ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ നോട്ട് എക്സ്പെക്ടഡ്. അതായത് ചെറിയ ചേഞ്ചുകളൊക്കെയുള്ള ലാൻഡ് യൂസിൽ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചേഞ്ചുകൾ വരുന്ന ലാൻഡ് യൂസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ചെറിയ ടൗണിൽ. എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ല, ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ വലിയ ഇൻഫ്ലുവൻസ് വരുത്തുന്ന തരത്തിലുള്ള ലാൻഡ് യൂസ് ചേഞ്ചസ് ഒന്നും വരുന്ന സ്ഥലത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. യൂസ്ഫുൾ ഇൻ ഷോർട്ട് ടേം പ്ലാനിങ്. ഓക്കെ, ഇപ്പൊ ഒരുപാട് വർഷത്തേക്കൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കിത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു രീതിയിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഷോർട്ട് ടേം ആയിട്ടുള്ള പ്ലാനിങ്, കുറച്ച് വർഷങ്ങൾക്കുള്ള പ്ലാനിങ്ങിൽ നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അതിലുള്ള ആദ്യത്തെ മെത്തേഡ് യൂണിഫോം ഫാക്ടർ മെത്തേഡ് എന്താണെന്നുള്ള നോക്കാം. അതിൽ എങ്ങനെയാണ് നമുക്കിപ്പോ പ്രസന്റിലുള്ള ജനറേറ്റ് ചെയ്തിട്ടുള്ള ട്രിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലുള്ള ട്രിപ്പുകളാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, യൂണിഫോം ഫാക്ടർ മെത്തേഡ്, ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്. ഏറ്റവും പഴയ ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ് ആണ് യൂണിഫോം ഫാക്ടർ മെത്തേഡ്.
if the only information available is about a general growth rate for the whole of the study area. അതായത് നമുക്കിപ്പം നിലവിലുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്ന ജസ്റ്റ് ആ ഗ്രോത്ത് റേറ്റ് എത്ര മാത്രം ഉണ്ട്, ഓക്കെ, പോപ്പുലേഷനിലുള്ള ഗ്രോത്ത് റേറ്റ് എത്ര മാത്രം ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ട്രിപ്പുകളുടെ എണ്ണത്തിന്റെ ഗ്രോത്ത് റേറ്റ്, ഓക്കെ, ഇത്ര മാത്രം ട്രിപ്പുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഗ്രോത്ത് റേറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. assumes that the growth factor E for the entire area is constant. ഓക്കെ, ഇതിലുള്ള അസംഷൻ എന്ന് പറയുന്നത് entire ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ആ ഗ്രോത്ത് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രോത്ത് ഫാക്ടറിനെ ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം, എഫ് എന്ന് പറയുന്ന ലെറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിലുള്ള ഇക്വേഷൻ E is equal to future number of tripens divided by base year tripens എന്നാണ്. ഓക്കെ, future number of tripens divided by base year tripens. Growth factor E equal to future number of tripens divided by base year tripens. അപ്പൊ future number of tripens എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഓക്കെ ഓരോ സോണിലും ഓരോ സോണിൽ നിന്നും എത്ര ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എത്ര ട്രിപ്പ് എൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ടോട്ടൽ നമ്പർ ആണ്. ഓക്കെ, ഓരോ സോണുകളിലും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണത്തിന്റെ സം. ഓക്കെ, അതാണ് ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പൻസ് എന്ന് പറയുന്നത്, ഭാവിയിലുള്ളത്. ബേസ് ഇയർ ട്രിപ്പൻസ് എന്ന് പറയുന്നത്, ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രസന്റ് കണ്ടീഷൻ. ഓക്കെ, പ്രസന്റിലുള്ള ഓരോ സോണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ട്രിപ്പുകളുടെ ടോട്ടൽ എണ്ണമാണ് ബേസ് ഇയർ ട്രിപ്പൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ടോട്ടൽ ട്രിപ്പുകളുടെ എണ്ണം ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഓരോ സോണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ, നിലവിലുള്ളതും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രോത്ത് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ട്രിപ്പൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് ടേമുകൾ നോക്കാം. ടി ഐ ജെ. ഓക്കെ, നമുക്കിപ്പം ടി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ടി ഐ ജെ എന്ന് പറഞ്ഞാൽ ജനറൽ റെപ്രസെന്റേഷൻ നമ്മൾ ആ ഒരു മെട്രിക്സ് ഒന്ന് നോക്കിയിരുന്നു. ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജെയിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ക്യാപിറ്റൽ ടി ഐ ജെ ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഐ ജെ ഉണ്ട്. ക്യാപിറ്റൽ ടി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറില് ഓക്കെ ഇപ്പം നമ്മൾ മെട്രിക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, മെട്രിക്സ് ആയിട്ട് ഇതുപോലെ ഒറിജിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതും. ഇപ്പൊ സോൺ 1 2 3 4 അതുപോലെ സോൺ 1 2 3 4. ഓക്കെ, ഒറിജിൻ ആയിട്ടുള്ള 4 സോൺ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 2 3 4 എന്ന് പറയുന്ന സോണുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അതുപോലെ ഡെസ്റ്റിനേഷൻ 1 2 3 4. ഓക്കെ, ഡെസ്റ്റിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ 1 2 3 4 സോണുകളിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനും വെർട്ടിക്കൽ ആക്സിസിൽ ഒറിജിനുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ക്യാപിറ്റൽ ടി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള ഓക്കെ ഓരോ പർട്ടിക്കുലർ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതായിട്ടുള്ള ട്രിപ്പുകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഭാവിയിൽ ഓക്കെ വർഷങ്ങൾക്ക് ശേഷം ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളാണ്. സ്മോൾ ലെറ്റർ ടി ഐ ജെ എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് വേണം. ഓക്കെ, അതായത് ഓരോ സോണുകളിലും. അപ്പൊ ഇവിടെ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ റോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. ഓക്കെ, അതുപോലെ കോളംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രസന്റിലുള്ള നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. ഓക്കെ, ഫ്യൂച്ചറിലുള്ള നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ ആ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടും, ഗ്രോത്ത് ഫാക്ടർ കിട്ടും. ഗ്രോത്ത് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓരോ ടേമുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം സോൺ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സോൺ 1ൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ് ഇപ്പോൾ ഒരു 60 നമ്പർ ഓഫ് ട്രിപ്സ് ആണെങ്കിൽ, സോൺ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2ൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ് ഒരു 30 ട്രിപ്സ് ആണെങ്കിൽ, സോൺ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകൾ ഒരു 10 ട്രിപ്പ് ആണെങ്കിൽ, അതുപോലെ ഇങ്ങനെ
നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് സോൺ 2 സ്റ്റാർട്ട് ചെയ്ത് 1 എൻഡ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഫ്യൂച്ചറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പൻസ് അവൈലബിൾ ആണ്. ബേസ് ഇയറിലുള്ള ട്രിപ്പൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ റേഷ്യോ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രിപ്പ് മെട്രിക്സ് ഉണ്ടാവും. അതിന്റെ അകത്തുള്ള ടേമുകളുടെ കൂടെ ഈ എന്ന് പറയുന്ന ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന വാല്യൂ 4 കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, 4 കിട്ടി, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഇപ്പൊ ഇവിടെ പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലുള്ള ടേമുകൾ ഇതാന്ന് വിചാരിച്ചു, 60, 30, 10. ഓക്കെ, അതുപോലെയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള വാല്യൂ, ഓക്കെ, ഈ കിട്ടിയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടർ വാല്യൂ ഇതിലുള്ള ഓരോ ടേമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം എന്തായി മാറും, 60 into 4 ആവും, 240 ആവും. അടുത്ത 30 into 4 എന്താവും, 120 ആവും. അടുത്ത 10 into 4 എന്താവും, 40 ആവും. ഓക്കെ, അതായത് ഫ്യൂച്ചറിലുള്ള ഒറിജിൻ ഡെസ്റ്റിനേഷൻ മെട്രിക്സിലുള്ള ടേമുകൾ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വരിക, 240, 120, 40. അതായത് ഈ ഗ്രോത്ത് ഫാക്ടർ എത്രയാണോ വരുന്നത്, ആ വരുന്ന ഗ്രോത്ത് ഫാക്ടറിനെ പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ടേമുകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒരു പക്ഷേ ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്പ് എൻഡ്സ് നമുക്ക് തന്നിരിക്കാം. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിന്റെ അകത്തുനിന്ന് പ്രസന്റിലുള്ള ട്രിപ്പ് എൻഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്സ് എൻഡിന്റെ അകത്ത് ഡിവൈഡ് ചെയ്താൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ഓരോ ടേമുകളെയും ഈ ഗ്രോത്ത് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ TIJ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ളതാണ്. അത് കിട്ടുന്നത് എങ്ങനെയാ, ഈ ഗ്രോത്ത് ഫാക്ടറുമായിട്ട് പ്രസന്റിലുള്ള ഓരോ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, TIJ എന്ന് പറയുന്ന ഇതിൽ ഓരോ ടേമുകളാണ്, അത് T11, T12. ഓക്കെ, പ്രസന്റിലുള്ള മെട്രിക്സ് ആണെങ്കിൽ ഇതിലുള്ള ടേമുകൾ സ്മോൾ ലെറ്റർ TIJ ആയിരിക്കും. ഓക്കെ, അപ്പൊ T11, T12 എന്നൊക്കെ പറയുന്ന സ്മോൾ ലെറ്ററിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെങ്കിൽ ഇവിടെ TIJന്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ഗ്രോത്ത് ഫാക്ടർ, അതായത് T11ന്റെ കൂടെ ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം, T12ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു മെട്രിക്സ് കിട്ടും. അതാണ് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ മെട്രിക്സ്.